ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന് ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് അങ്ങനെ അലൈറ്റ് മോഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അപ്പോൾ അലൈറ്റ് മോഷൻ്റെ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഈ ഒരു സീം ബാക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 60:9 എന്നുള്ള ഈ ഒരു റേഷ്യോയിലൊരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഇവിടുത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട മീഡിയാസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു 2-3 മീഡിയാസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയാസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 2-3 മീഡിയാസ് ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു 2 കട്ട്സിലാണ് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനെ നമുക്കിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നൾ ഒബ്ജക്റ്റ് ആയി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു അടിയിലുള്ള ആ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് സോ ഈ ഒരു നള്ള് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നള്ള് 1 സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് വന്ന് സെൻറ്ററിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. സൂമിൻ്റെ ഇതിൽ കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് സൂം ചെയ്ത് കൊടുക്കാം. ദെൻ അത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്രാഫ് ഇവിടെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിട്ട് വീണ്ടും സൂം ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിൽ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. സോ നല്ല ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു നള്ളെന്നുള്ള 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്താൽ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളൊരു ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്യണം ട്രാൻസിഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൂമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽക്കാണ് എഫക്റ്റുകൾ ആഡ് ചെയ്യണേ. സോ അതിനെ നമുക്ക് ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ എനേബിൾ ചെയ്യാനൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. വീണ്ടും ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സെർച്ചിൽ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യാം. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി എന്നുള്ള കൊടുത്ത് 2 തന്നെ സോ ഈ ഒരു മാഗ്നിറ്റ്യൂഡുള്ള ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുക്കുക. ഫസ്റ്റിനെ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയി സ്റ്റാർട്ടിങ്ങിലേക്ക് നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 300 ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു 300+ ആക്കിയിട്ട് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. സോ ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഗ്രാഫിനെ ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുക. സോറി, ഈ ഒരു ആംഗിൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ഈ ഒരു ഓക്സിലേറ്റ് എന്നുള്ള വീണ്ടും ആഡ് ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ 19 ആക്കി കൊടുക്കുക, 90 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ അടിയിലുള്ള ഒരു ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് 4 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് എന്നുള്ള ഫസ്റ്റ് തന്നെ 0 ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് എൻഡിങ്ങിലായിട്ട് ഒരു 151 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഈ ഒരു ഗ്രാഫിനെ ആഡ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു ബ്ലറിൻ്റെ ഓപ്ഷനിൽ മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്കിത് ജസ്റ്റ് ഫുള്ളാക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിലേക്കും പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി എൻഡിലേക്കും ആക്കിയിട്ട് സെൻട്രലായിട്ട് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് രണ്ടിലേക്കും ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റിൽ നമുക്ക് ഈ ഒരു ഗോഷൻ ബ്ലർ എന്നുള്ള ആഡ് ആക്കി കൊടുക്കാം. ദെൻ സ്റ്റാർട്ടിങ്ങൾക്കും എൻഡിങ്ങൾക്കും കീ ഫ്രെയിം ആഡ് ആക്കി സെൻട്രലായിട്ട് വാല്യൂ കുറച്ച് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് രണ്ടിലും സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓക്സിലേറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. സോ ഒരു 1 എന്നുള്ള 0 എന്നുള്ള ഇപ്പുറത്തും മറ്റേത് ഇവിടേക്കും ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. നമുക്ക് ഈ ഒരു അടിയിലുള്ള ഓക്സിലേറ്റിൻ്റെയും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ എല്ലാ ട്രാൻസിഷനിലും ഈ ഒരു എഫക്റ്റ് 2 എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.